ഹലോ. നന്ദുവേട്ടൻ വരുന്ന സമയത്ത് മേക്കുട്ടിയുടെ സ്കൂളിലേക്കുള്ള നോട്ട്ബുക്സൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങളിന്നൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ചെറിയ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ നോട്ട്ബുക്സ് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്ര ലേറ്റായത്. മേക്കുട്ടി എന്നോ തുടങ്ങിയിട്ടുണ്ട് ഇത് ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ. അപ്പോൾ ഈ നോട്ട്ബുക്സും കൂടി കിട്ടിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവാൻ കാരണം. അപ്പോൾ അന്ന് ഞങ്ങൾ നോട്ട്ബുക്സ് വാങ്ങാത്തതിന് ഒന്നാമത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ നോട്ടൊക്കെ സെലക്ട് ചെയ്ത് ലിസ്റ്റ് അയച്ചു തരികയാണല്ലോ ചെയ്യുക. അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് അവിടെ നിന്ന് വാങ്ങിക്കാതിരുന്നത്. അപ്പോൾ ഇതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എടുത്ത് തരുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ മേക്കുട്ടി അവളുടെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് സെറ്റാക്കി വെക്കാറുണ്ട്. അപ്പോൾ എന്നാലും ഇതൊക്കെ ഒന്നുകൂടി ഓർഡർ ആക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അത് കവർ ചെയ്യാനും കൂടിയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു വിധമൊക്കെ ആക്കി അവൾ ഈ ബോക്സിൽ പെൻസിലും ഇറേസറും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇടയ്ക്ക് അത് എടുത്ത് വെക്കും, അവിടെ നിന്ന് മാറ്റി വെക്കും, ഈ കളേഴ്സൊക്കെ എടുത്തിട്ടൊരു ബോക്സിലിട്ട് വെക്കും. ഇത് ചെയ്തിട്ടും അവൾക്ക് മതിയാവില്ല. അപ്പോൾ അത് നമ്മളും അങ്ങനെയാണല്ലോ, ചെറിയ കുട്ടികളാവുന്ന സമയത്ത് ഇതൊക്കെ എത്ര ചെയ്താലും നമുക്ക് മതിയാവാറില്ലല്ലോ. അപ്പോൾ അതേ ഒരു ഫീലാണ് ഇപ്പോൾ അവൾക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാറുമുണ്ട്. അങ്ങനെ മക്കളൊക്കെ ചില സമയത്ത് എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ദേഷ്യം. എത്ര ദിവസത്തേക്കാണെന്നൊന്നും അറിയില്ല. നല്ല കെയറിങ് ആണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സാധനങ്ങളൊക്കെ. കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു പരുവാക്കും ആൾ. അങ്ങനെ എല്ലാ സാധനങ്ങളും മേക്കുട്ടി എടുത്ത് വെക്കുകയാണ്. അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഇനി അത് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നന്ദുവേട്ടൻ പിന്നെ വന്നേരെ മേല് കഴുകി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളതിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഈ കവറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഞങ്ങളിതിലേക്ക് ഇരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരെയും ഉറക്കിയതാണ്. അതിരിക്കുട്ടനെ നേക്കുട്ടീനെയൊക്കെ നേരത്തെ ഉറക്കിയതാണ് ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ അതിരിക്കുട്ടൻ അത് എണീറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഫുഡൊക്കെ കഴിക്കുകയാണ്. നേമോൾ എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഒരാളെ കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങളൊരു കവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ കുറേ ലേറ്റ് ആയിട്ടുണ്ട്. മേക്കുട്ടി കുറച്ച് നേരം അതിരിക്കുട്ടനെ ഉറക്കാനൊക്കെ നോക്കി. അപ്പോൾ ഞങ്ങൾ മേൽക്കുട്ടീൻ്റെ ബുക്കൊക്കെ കവർ ചെയ്യാണ്. ടെക്സ്റ്റ് ബുക്കൊക്കെ കുറച്ച് മുമ്പ് സ്കൂളിൽ നിന്ന് കിട്ടിയായിരുന്നു. നോട്ട് ബുക്ക് എന്ന് വാങ്ങി. അപ്പോൾ അതിപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെയിം സ്ലിപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവർക്ക് പറ്റിയ നെയിം സ്ലിപ്പ് അവിടെ ഇല്ല. കാണാൻ രസമുള്ളതൊന്നുമില്ല. ഒരു പഴയ മോഡൽ നെയിം സ്ലിപ്പാണ്. അപ്പോൾ അത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഒന്ന് നോക്കിയിട്ട് അതുകൂടി വാങ്ങിക്കഴിഞ്ഞാൽ ഈ കവറിങ് കംപ്ലീറ്റ്. ഈ കുട്ടിക്ക് ബുക്ക് കവർ ചെയ്യണമെങ്കിൽ അച്ഛൻ തന്നെ വേണം. അപ്പോൾ എപ്പോഴും അവൾ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ചെയ്യുക. ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൾ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത്. എന്താണ് ഈ കുട്ടി അച്ഛൻ ചെയ്യുന്ന പ്രത്യേകത ഉള്ളത്? അമ്മ ചെയ്താലോ? അതേട്ടാ എന്താ പറയാനുള്ളത്? കവർ ചെയ്യുന്ന ബുക്കൊക്കെ സ്റ്റാപ്ലർ അടിക്കുകയാണ് മീക്കുട്ടി ചെയ്യുന്നത്. അപ്പം മീക്കുട്ടിക്ക് ഇപ്പോൾ ഉറക്കമൊന്നും വരുന്നില്ല. 11:30 ആയിട്ടും അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇങ്ങനത്തെ പണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മീക്കുട്ടി കവറിങ് കഴിഞ്ഞോ? കഴിയാനായോ? അത്രയേ ഉള്ളൂ. ടെക്സ്റ്റ് അല്ലേ? നോട്ട്സ് ഒന്നും ചെയ്യാൻ. ആ പിന്നെ നീ എന്തൊക്കെയാണ് വാങ്ങിക്കാനുള്ളത്? എല്ലാം ആയോ? കുറച്ച് സാധനങ്ങൾ അല്ലേ? ഷൂ ഒക്കെ ഉണ്ട്. ബാഗ്, ഷൂ അങ്ങനത്തെ ഒക്കെ ഉണ്ട് അല്ലേ? എല്ലാം റെഡി. സ്കൂളിൽ പോയാൽ മതി. മടിയുണ്ടോ സ്കൂളിൽ പോവാൻ? സന്തോഷമുള്ളത് അല്ലേ? എന്തുകൊണ്ടാ? പുതിയ ഫ്രണ്ട്സ് അല്ലല്ലോ, അതേ ഉള്ള ഫ്രണ്ട്സ് അല്ലേ? ക്ലാസ് ഷഫിൾ മാറുമല്ലോ അല്ലേ? പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഈ കുട്ടിക്ക് സ്കൂൾ തുറക്കുന്നതിനെ പറ്റിയിട്ട്?
ഇതാണ് എൻ്റെ ബോക്സ്. ഈ ബോക്സിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്പർ ലോക്ക് ഉള്ള ബോക്സാണിത്. പിന്നെ ഈ ബട്ടൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്നറാണ് വരിക. പിന്നെ ഈ ബട്ടൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇറേസറും ഷാർപ്നറും എല്ലാം വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് സ്കെയിലും അങ്ങനത്തെ സാധനങ്ങളെല്ലാം വെക്കും. പിന്നെ കളറ് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടിലാണ്. ഇത് കുറേ കഴിഞ്ഞിട്ട് കിട്ടിയ ബോട്ടിലാണ്. കളേഴ്സ് അങ്ങനെ പിങ്കും റെഡും അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങനത്തെ ബ്രൗണ് പിങ്ക് ആണല്ലോ മേക്കുട്ടിക്ക് നല്ല ഇഷ്ടമുള്ളത്. പിങ്ക് കിട്ടിയില്ല. പക്ഷേ ഗ്രീൻ എനിക്ക് കുറച്ച് ഇഷ്ടമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഗ്രീൻ എടുത്തു. പിന്നെ കളേഴ്സും അതൊക്കെ തന്നെയാണ്. പിന്നെ കളേഴ്സ് വെക്കാനുള്ള പൗച്ച് ഇവിടെ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് വാങ്ങിയ പൗച്ചാണ്. അനു ചേച്ചി വാങ്ങിച്ചു തന്നല്ലായിരുന്നു? ചേച്ചി വാങ്ങിച്ചെന്ന പൗച്ചാണ്. ഈ പൗച്ചിൽ ഞാൻ കളേഴ്സ് ഒക്കെ വെക്കും. പിന്നെ ബാഗ് പിന്നെ കഴിഞ്ഞ വർഷമുള്ള ബാഗാ അല്ലേ? കഴിഞ്ഞ വർഷത്തെ ബാഗല്ല, കഴിഞ്ഞ വർഷം വേറൊരു ബാഗായിരുന്നു. അമ്മു വാങ്ങി കൊടുത്ത ബാഗാണ്. പക്ഷെ അത് യൂസ് ചെയ്തിട്ടില്ല. അതിന് ഇടയ്ക്ക് ഞാൻ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് എടുക്കും. അല്ലാതെ സ്കൂളിലേക്ക് അധികം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ബാഗ് ഈ വർഷം എടുക്കാൻ വിചാരിച്ചു. ആനുവൽ ഡേക്കൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടി ക്ലീൻ ചെയ്യണം അല്ലേ? ഒന്നുകൂടി ആണെങ്കിൽ റെഡിയാക്കും. നാളെ അമ്മ ചെയ്യും. ആനുവൽ ഡേക്ക്